കൊച്ചുങ്ങളുടെ കാര്യം രണ്ടുപേരും മിണ്ടിപ്പോരും. തല്ലുകൊള്ളുന്ന പണിയാ നീ കാണിച്ചത്. അത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. മിണ്ടാതിരിക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞത്. ആ എന്താണ് തല്ലാൻ വന്നതാ? തല്ലോടത്തരം കാണിച്ച തല്ല് തന്നെ ചെയ്യും. ഹലോ, ഇതെന്റെ വീടാ. ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. പേടിപ്പിക്കല്ലേ? നീ ഓലപ്പാമ്പിനെ കാണിച്ചാൽ ഞങ്ങൾ പേടിക്കൊന്നുമില്ല. രഘു വേണ്ട, നമ്മൾ വന്ന് വഴക്കിനല്ലല്ലോ. എടാ വിനയ, ഞങ്ങൾ ഒരു കാര്യം അറിയാൻ വന്നതാണ്. എന്ത് കാര്യം? അങ്കിളിനോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് അങ്കിൾ എന്ത് ചോദിച്ചാലും ഞാൻ പറയും. ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ, അതിൻ്റെ സത്യം എന്താ? സുശീലെ നീയും കൂടി പ്ലാൻ ചെയ്ത് ഇന്ദ്രനെ തകർക്കാൻ വേണ്ടി അവിടെ നടന്ന നാടകം നടന്നെങ്കിൽ അത് നീ ഇപ്പം പറയണം. പറടാ, എന്തായാലും സത്യം. നിങ്ങളെ പേടിപ്പിച്ചോണ്ടൊന്നുമല്ല, അങ്കിള് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ സത്യം പറയാം. എൻ്റെ പൊന്നങ്കിളെ എനിക്കൊന്നും അറിയില്ല. അച്ഛന് കൊടുക്കാനുള്ള 2 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ ഞാൻ പല വഴിയും നോക്കി. ആരും സഹായിച്ചില്ല, അങ്കിള് പോലും. അപ്പം എന്നെ സഹായിച്ചത് സുശീലാൻ്റെയാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ ആ ചടങ്ങിൽ പങ്കെടുപ്പിച്ചത്. അവരിത് പൊളിക്കാനാണ് അവിടെ വന്നതെന്ന് ദൈവസത്യമായിട്ടും എനിക്കറിയില്ല. ഇന്ദ്രനോട് അവർ പറഞ്ഞതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അത് കേട്ട് എല്ലാവരെയും പോലെ ഞാനും ഞെട്ടിപ്പോയി. അത്രേ ഉള്ളൂ. നിന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാലോ? പിന്നെ 100% വിശ്വസിക്കാം. എൻ്റെ വിജയ് മോനാണ് സത്യം. ശരി, ഞങ്ങൾ പോവാം. വരൂ. എന്താ നോക്കിയിരിക്കുന്നത്? അങ്കിളെ, നമുക്ക് കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പോവാം. ശരിയാ, വാ. അല്ല, എന്ത് പറ്റി? പോണില്ലേ? ഞങ്ങള് കുഞ്ഞുങ്ങളൊന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അതിനെന്താ, വാ മാറുവാ. അങ്കിളെ, വരൂ. കുഞ്ഞുങ്ങൾ നല്ല ഉറക്ക, വെറുതെ ഉണർത്തണ്ട. അല്ല, ഇപ്പൊ കരയുന്ന കേട്ടല്ലോ. അതല്ല ഞങ്ങളെ കൊണ്ട് കയറി വന്നത്. ഇത്ര പെട്ടെന്ന് വീണ്ടും ഉറങ്ങിയോ? അങ്കിളെ, ചിലപ്പോൾ ഉറക്കത്തിൽ കരഞ്ഞ. അതെ അതെ. ആന്റി പാൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഉണർത്താം. അല്ല, എന്തിനാ? പാലൊക്കെ കുറച്ച് കഴിഞ്ഞ് കൊടുത്താൽ മതി. ഈ പ്രായത്തിൽ അവർക്ക് ഉറക്കമാണ് വേണ്ടത്. മക്കളെ, ആർച്ചമോളെ, ഭദ്രമോളെ, വേണ്ട, ഉറങ്ങിക്കോട്ടെ. അതെ അതെ, അതാ നല്ലത്. ഉറങ്ങിക്കോട്ടെ, നമുക്ക് പോവാന്നല്ലേ. കുഞ്ഞുങ്ങളെ വേറെ ദിവസം വന്ന് കാണാം. പിന്നെന്താ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വന്ന് കാണാലോ. അത് ശരി, ഞങ്ങളുടെ ചിരുവിന്റെ കുഞ്ഞുങ്ങളെ. അതെ അതെ. പാല് കൊണ്ട് കൊടുക്കാനായിട്ടാണ്. വിനയ, ഇന്ദ്രൻ വലിയ സങ്കടത്തില. അവനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യണം. പിന്നെന്താ, ഉറപ്പായിട്ടും ചെയ്യും. അക്കാര്യത്തിൽ അങ്കിളിന് ഒരു സംശയം വേണ്ട. ശരി, ഞങ്ങൾ പോവാം. വരൂ.
എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇന്ദ്രനെ ഞാൻ സഹായിക്കണം പോയി നോക്കിയിരുന്ന ഇപ്പൊ സഹായിക്കാം. നീ സത്യനെ വിളിച്ച് പറഞ്ഞോ സോനെ? സത്യന്റെ ശ്യാമേട്ടൻ ഇപ്പൊ വരും. കാര്യം എന്താന്ന് പറഞ്ഞോ? അവരറിഞ്ഞിട്ടുണ്ട്. രഘുവേട്ടൻ വിളിച്ച് പറഞ്ഞതാ ഇന്ദ്രേട്ടനൊന്ന് ശ്രദ്ധിക്കണമെന്ന്. മോനെ കിടത്തി ഉറക്കിയോ മോളെ? മോന് പോലും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പേടിയാ ഭാനുമ്മ. ആർക്കും ഒരു പേടിയും വേണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാലും ഏട്ടനെ കുറിച്ച് ഇങ്ങനെ പറയാൻ അമ്മയ്ക്ക് തോന്നിയല്ലോ. അതും എല്ലാവരും കേൾക്കെ. എന്റെ സത്യേട്ടനെ മുന്നിൽ വെച്ച് പറഞ്ഞ ഞങ്ങളായിരിക്കും അമ്മയെ ആദ്യം ഉപേക്ഷിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയാം. സോനെ, നീ കരയാതിരിക്ക. ഇന്ദ്രേട്ടനെ ഇപ്പൊ ആശ്വസിപ്പിക്കേണ്ടത് നീയും സത്യനും കൂടിയാ. ഈ തകർച്ചയിൽ നിന്നും നിങ്ങൾക്ക് ഇന്ദ്രേട്ടനെ കരകയറ്റാൻ പറ്റൂ. ഞങ്ങൾ ഉറപ്പായി ഞങ്ങൾ ഏട്ടന്റെ കൂടെ ഉണ്ടാവും ഏട്ടത്തി. ഇന്ദ്രേട്ടൻ അമ്മയുടെ മകനല്ലെങ്കിൽ ഞങ്ങളും അമ്മയുടെ മക്കളല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അമ്മയും വേണ്ട. മോളെ പ്രതിഭേ, നീ കുടിക്കാൻ വല്ലതും എടുക്കാൻ നോക്ക്. ഇന്ദ്രനെ സമാധാനിപ്പിച്ച് അവന് വല്ലതും കൊടുക്കണം. ശരി ഭാനുമ്മ, നിങ്ങൾ അവിടുന്ന് ഒന്നും കഴിക്കാതെയല്ലേ വന്നേ? ഇവിടെ ആഹാരം റെഡിയായിട്ടുണ്ട്. തൽക്കാലം ചായ ഉണ്ടാക്കിയാൽ മതി പ്രതിഭ. ഇന്ദ്രേട്ടൻ എന്തെങ്കിലും കഴിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഭാനുമ്മേ, നമുക്ക് ഇന്ദ്രേട്ടന്റെ അടുത്തേക്കൊന്ന് പോവാം. സോനെ, നീ വരുന്നോ? എനിക്ക് ഇന്ദ്രേട്ടന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ല ഏട്ടത്തി. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ സത്യമായിട്ട് വന്നിട്ട് വരാം.